കൂരിക്കുഴി മഹല്ല് ഖത്തർ കമ്മിറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം നടത്തി. കൂരിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ, കെട്ടിടത്തിന്റെയും കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഉള്ള സ്വത്തിൽ നിന്ന് എത്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് എത്ര പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡ്രൈവർമാരും അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഹോട്ടലിൽ പണിയെടുക്കുന്ന വർക്കർമാരുൾപ്പെടെ തുടങ്ങിയവരുടെ കൂടി വിയർപ്പിൻ്റെ അധ്വാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട്, ഈ ഉദ്ദേശം സതുദ്ദേശപരമായിട്ടുള്ള ഈ പ്രക്രിയ എല്ലാ അർത്ഥത്തിലും ഉള്ള വിജയത്തിലേക്ക് നയിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഈ ബിൽഡിങ്ങും ഇതിൻ്റെ ഓഫീസ് പ്രവർത്തനമെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകേണ്ടതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയവരെ അഭിനന്ദിക്കുന്നു. ഇതിന് പൈസ കൊടുത്തവർ, സന്നദ്ധ പ്രവർത്തനം നടത്തവർ, വാക്കുകൊണ്ട് സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ ബിസിനസ് സെൻ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കും. 3 കൊല്ലോ 4 കൊല്ലം കൊണ്ട് ഇത്രയും ഫണ്ടുകൾ സ്വരൂപിച്ച് അതിൻ്റെ ഉത്തരവാദിത്യം ഏറ്റെടുത്തുകൊണ്ട് ഇത്ര നല്ല നിലയിൽ ഈ ബിൽഡിങ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾക്കറിയാം, നാട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫണ്ട് ശേഖരണം കൊണ്ടും അല്ലെങ്കിൽ ഒരു ധനസഹായം കൊണ്ടും ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. നല്ലവരായ ഖത്തർ കൂട്ടായ്മയാണ് ഇതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ധനസഹായം ഉണ്ടായാൽ പോരാ, എന്തായിരിക്കണം, ഇത് ഇത്ര നല്ല നിലയിലൊന്ന് പ്രവർത്തിക്കാനും ബിൽഡിങ്ങിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. KMQC പ്രസിഡന്റ് ടി.എ. ജമാൽ അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ ബിൽഡിംഗ് ഒരു കാരുണ്യമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂരിക്കുഴി പ്രദേശത്തുള്ള, കൂരിക്കുഴി മഹലിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് മരുന്നിനോ ചികിത്സയ്ക്കോ അനിവാര്യ ഘട്ടങ്ങളിൽ അർഹരാണെങ്കിൽ ഇതിൻ്റെ സംഖ്യ, ഇതിൽ നിന്ന് ലഭിക്കുന്ന വാടക ഇനത്തിൽ ലഭിക്കുന്ന വരുമാനം എത്തിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 100-ൽ താഴെ വരുന്ന ആളുകളാണ്, അതിൽ തന്നെ ഭൂരിഭാഗം ആളുകളാണ് ചേർന്നാണ് നിർമ്മിച്ചത്. അതിൽ 1-2 പേര് മാത്രമേ ബിസിനസ് ചെയ്യുന്നവരുള്ളൂ. ബാക്കി എല്ലാവരും തൊഴിലാളികളാണ്. ബാക്കി വീട്ടിലെ ഡ്രൈവർമാരുണ്ട്, വീട്ടിലെ കുക്കുണ്ട്, കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വാച്ച്മാനായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, ഷോപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സാധാരണക്കാരാണ്. അവരെ ഒരേ ആളുകളിൽ നിന്നും 5000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ തന്ന ആളുകളാണ് ഈ കമ്മിറ്റിയിലുള്ള ആളുകൾ. 5 വർഷം കൊണ്ടാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, കൂരിക്കുഴി മഹല്ല് പ്രസിഡന്റ് സിറാജ് സഖാഫി, KMPA കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി TK ഉബൈദ്, പഞ്ചായത്ത് അംഗം PS ഷാഹിർ, ജാമിയ ബസ്താനുൽ ഉലൂം പ്രസിഡന്റ് PK മുഹമ്മദ്, KKCC എക്സിക്യൂട്ടീവ് അംഗം KA ജലീൽ, KMQC സെക്രട്ടറി മൻസൂർ അബ്ദുൽ ഗഫൂർ, മുൻ സെക്രട്ടറി MK അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. You're watching True Line News.